എതിർ വിദ്യാർത്ഥി സംഘടനകളെ അവിടെ മത്സരിക്കാൻ വരുന്നവരെ എങ്ങനെയാണ് SFI കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ചിലപ്പം ഈ തവണ മത്സരിക്കാൻ സീറ്റിൽ ആളുണ്ടായിരിക്കും, അടുത്ത തവണ ആ മത്സരിക്കാൻ വരുന്നവനെ ഭീഷണിപ്പെടുത്തിന്ന് വരും. അങ്ങനെയൊക്കെയുള്ള ഭീഷണികൾ, അക്രമ സംഭവങ്ങൾ, അക്രമ വാസനകളൊക്കെ വെച്ചു പുലർത്തുന്ന ആരൊക്കെയാണ് എന്ന് കൃത്യമായി കേരള രാഷ്ട്രീയത്തിൽ വസന്തിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ വളരെ ഒരു നിൽക്കക്കള്ളിയില്ലാതെ ഇങ്ങനെ സ്ഥിരം പറയുന്ന ഈ ക്ലീഷേകൾ ആവർത്തിക്കുന്നതിൽ വസന്ത ഇന്നത്തെ കാലത്ത് അതൊക്കെ വിലപ്പോകുമോ? നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ അതുപോലെ എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് ഒരു വിവരാവകാശ നിയമവും വേണ്ട, അല്ലാതെ തന്നെ എവിടെയും ഏത് കാര്യവും മനുഷ്യർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാലത്തും ലോകത്തും, അതും കേരളം പോലെ ഇത്രയേറെ പ്രബുദ്ധതയുള്ള ഒരു നാട്ടിൽ നിങ്ങൾ ഈ പഴയ ഒരു 10-40 വർഷമൊക്കെ മുമ്പേ പറയുന്ന പോലെ പാർട്ടി ഗ്രാമം, ഭീഷണിപ്പെടുത്തൽ, കൊടുക്കാൻ കഴിയുന്നില്ല, അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് വിലപ്പോകുമോ? അതല്ലേ SFIയിൽ പറഞ്ഞത്. നിങ്ങൾ നോക്കി, നിങ്ങൾ ഇത് എത്ര കാലമായി SFIയെ കുറിച്ച് പറയുന്നു? ഇത് ജെൻസിയുടെ കാലമല്ലേ? 2002 ശേഷം ജനിച്ച ജെൻസി എന്ന് പറയുന്ന ലോകത്താകെ ഒരാളുടെയും ഓശാരം വേണ്ട, ഒരു സംഘടനയുടെയും ആഹ്വാനം വേണ്ട, ഒരു പ്രസ്ഥാനത്തിന്റെയും നേതൃത്വം വേണ്ട, അല്ലാതെ തന്നെ ഏത് ഭരണകൂടത്തെയും വിറപ്പിക്കാൻ കഴിയുന്ന വിപ്ലവാവേശവുമായിട്ട് ഇറങ്ങുന്ന ജെൻസിയുടെ തലമുറയാണിത്. ആ ജെൻസി തന്നെയല്ലേ കേരളത്തിലുള്ളത്? ഈ 2002 ശേഷം ജനിച്ചവർ അവരല്ലേ ഇന്നത്തെ ക്യാമ്പസുകളിലുള്ളത്? വസന്തേ, അവര് 2 SFIക്കാര് മീശ വിരിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങൾ പോലാന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുന്നവരാകുമോ? അതും തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും കോട്ടയത്തെയും അതുപോലെ ഈ മഹാനഗരങ്ങളിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ, അവിടെ വരുന്ന വിദ്യാർത്ഥികളിൽ ഏറെയും എവിടുന്നാ വരുന്നത്? അവരെ കുറെ പേരൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിച്ച് എന്നിട്ട് ഈ ഇടത്തരക്കാര ഹൈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർ, അങ്ങനെയൊക്കെയുള്ളവർ 2 SFIക്കാർ പേടിപ്പിച്ചാൽ നിങ്ങൾ നോമിനേഷൻ കൊടുക്കരുത്, നിങ്ങൾ KSU ആകരുത് എന്ന് പറഞ്ഞാൽ നിൽക്കുമോ? അതൊക്കെ അവർ അപ്പം ഇറങ്ങിയിട്ട് പുറത്ത് ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ എത്ര പെട്ടെന്ന് വൈറലാവും കേരളത്തിൽ, പ്രത്യേകിച്ച് CPM-നും SFIക്കും എതിരെയാണെങ്കിൽ. നിങ്ങൾ എന്നിട്ടും ഈ പണ്ട് വസന്തൊക്കെ പഠിച്ചിരുന്ന കാലം തൊട്ട്, വസന്ത് പഠിച്ച കാലത്തെ അനുഭവം വസന്ത് പറയുന്നത്, അന്ന് തൊട്ടുണ്ടായി SFIക്കാർ വിടുന്നില്ല എന്ന്. അതൊക്കെ ഇന്ന് ജെൻസിയുടെ കാലത്തൊന്നും നടക്കില്ല, അന്നും നടന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ അന്ന് അങ്ങനെ ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇന്നത്തെ കാലത്ത് തീരെ നടക്കുമോ? അസിത ഉന്നയിച്ചത് വളരെ ന്യായമായ കാര്യമല്ലേ? കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മലപ്പട്ടത്ത് എല്ലാ വാർഡിലും നിങ്ങൾ മത്സരിച്ചു. ആ മത്സരിച്ച ആളുകൾ ഈ 5 വർഷവും അതേ നാട്ടിൽ താമസിച്ചില്ലേ? വസന്ത, അവരാരെങ്കിലും ഇതാ ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾ കോൺഗ്രസിന് വേണ്ടി നോമിനേഷൻ കൊടുത്തത് കൊണ്ട് CPM-കാർ അയൽപക്കത്തുള്ളവരെല്ലാം ഞങ്ങൾ പീഡിപ്പിക്കുന്നു, ഞങ്ങൾ നാടും വീടും ഉപേക്ഷിച്ച് പോകുന്നു, ഞങ്ങൾ ഇത് വിറ്റു പോകുന്നു എന്നാരെങ്കിലും കുറിച്ച് ഈ മലപ്പട്ടത്ത് നിന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് അങ്ങനെ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് പോകേണ്ടി വന്നോ? ആന്തൂരിൽ നിന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാരന് ഈ അവൻ ജനിച്ചു വളർന്ന ആ നാടും വീടും ഉപേക്ഷിച്ച് പോകേണ്ടി വന്നോ? അവരെല്ലാം ഇപ്പോഴും കോൺഗ്രസ് ആയിട്ട് തന്നെ അവിടെ ജീവിക്കുകയല്ലേ? ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായോ? അപ്പൊ നിങ്ങൾ പിന്നെ ആരോടായി വർത്തമാനം പറയുന്നത്? അത്രയും തുറന്ന ഒരു ലോകത്ത്, അത്രയും തുറന്നൊരു കാലത്ത് ഇങ്ങനെ എല്ലാറ്റിനും അപ്പോൾ തന്നെ പ്രതികരിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുള്ള ഒരു നാട്ടിൽ നിങ്ങൾ അങ്ങനെ ഏതെല്ലാം വാർത്തകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് നിങ്ങൾ ചാപ്പ കുത്തിയിട്ടില്ലേ? അവരെല്ലാം ഇപ്പൊ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയല്ലോ. എന്താണ് അന്ന് നടത്തിയത്? എത്ര വലിയ ആഘോഷം നടത്തിയതാണ് നിങ്ങൾ?